ഇന്നാട്ടോ ബ്രദറിന്റെ കല്യാണം. അങ്ങനെ ഞാൻ രാവിലെ കിച്ചണിൽ പോകുന്ന സമയത്ത് അവിടെ കുഞ്ചൂസ് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യം അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കി നിന്നേ. അപ്പൊ ഏട്ടത്തി അവിടെ അപ്പം ചുടുന്നുണ്ട്. അപ്പൊ ആൾ അതുപോലെ ചെയ്യണം. അപ്പൊ ആ കാഴ്ച കുറച്ച് സമയം നോക്കി നിന്നേ. ഞാനും ഏട്ടനും അളിയനൊക്കെ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ചേച്ചിയും ഒപ്പം തന്നെ ഏട്ടത്തേക്ക് ഒരുങ്ങി പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കില്ലേ സാഹചര്യം. എന്താണെങ്കിലും കുറേ നേരം പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്ന വഴിക്ക് ഈ ചട്ടയൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടോ നിങ്ങൾ. ഞാൻ കുറേ കാലങ്ങൾ ശേഷം ഇവരെങ്ങനെ കാണുന്നത്. നേരെ കല്യാണ വീട്ടിലെത്തി നല്ല ലിവർ കറിയും ഉപ്പുമാവും ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ടാണ് കഴിച്ചു രാവിലെ തന്നെ. ഇനി നേരെ ചെക്കൻ ഇറങ്ങുന്ന സമയത്ത് മുതിർന്ന ആളുകളൊക്കെ ഉണ്ടായി. നമ്മുടെ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മമ്മ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, മുതിർന്ന ആൾക്കാർ, മുത്തശ്ശിമാരൊക്കെ ആയിട്ടുള്ള ആൾ. അപ്പോൾ അവരൊക്കെ അനുഗ്രഹം വാങ്ങാം. ഒരു പക്ഷെ 18 വയസ്സ് തികഞ്ഞ ഉടനെ ചാടി കയറി കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. പല റീലുകളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും മനസ്സിൽ വേദന തോന്നിയേക്കേട്ടോ. വേറൊന്നുമല്ല, എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയേക്കാം. അവരുടെ ഒന്നും അനുഗ്രഹം നമ്മൾ വാങ്ങിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ചിന്താഗതി ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന സമയത്ത് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവരൊക്കെ പോയിട്ട് കണ്ട് കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുന്നത് എപ്പോഴും ജീവിതത്തിൽ നല്ലതാട്ടോ. എന്നാലും നമ്മുടെ പയ്യൻ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലാം കേട്ടോ. ശേഷം ചില പെണ്ണും ഇതുപോലെ മണ്ഡപത്തിലേക്ക് അവരുടെ ബാക്കിക്കാർ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരെ കൊണ്ടുവരും കേട്ടോ, പെണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ ദേ ഇപ്പോൾ ഈ വരുന്ന കണ്ട നിങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കും. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ചടങ്ങുകളായിട്ട് കണ്ടില്ലേ. മലപ്പുറം ജില്ലയിൽ ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണോ പെൺകുട്ടി ഈ മണ്ഡപത്തിലേക്ക് വരുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. എന്താണെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഈ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണല്ലോ പെണ്ണിൻ്റെ താലി കെട്ടുക. അപ്പോൾ നമ്മുടെ പയ്യന് ഇരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്, കാരണം അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാൻ ഈ ക്യാമറമാൻ എങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. നോക്കി എത്രമാത്രം റിസ്ക് എടുത്താലും ഓരോ ഫോട്ടോസ് അവരെടുക്കുന്നത്. എന്നാലും പെണ്ണിൻ്റെ വീട്ടിൽ നല്ല സദ്യയായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ബിരിയാണി, നെയ്ച്ചോറ് അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട്. ഇനി പെണ്ണിറങ്ങുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടിൽ അമ്മയുടെ മുഖത്ത് അച്ഛനും മുതൽ കണ്ണീര് വരാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കണ്ടു. നേരെ പയ്യൻ്റെ വീട്ടിലെത്തി. അവിടെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. ആ സമയത്ത് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാട്ടോ. ആളവിടെ നല്ല ഈ കാണുന്നത് എൻ്റെ അമ്മായിയുടെ മോളാണ് കേട്ടോ. പുതിയ ന്യൂ ജനറേഷൻ ബ്ലോഗറൊക്കെ ആയി വരാനുള്ളൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും പ്രിയ സുഹൃത്തിൻ്റെ വീടിൻ്റെ കുടിയിരുപ്പും കൂടി ഇന്നത്തെ ദിവസമാണ് കേട്ടോ. നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഞാനും അസീം നമ്മുടെ ടീമൊക്കെ കൂടി നേരെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പല്ലി കുടുങ്ങി കിടക്കും. അതിനെ നമ്മുടെ അസീം രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ. ഇനി അവിടുന്ന് കുറച്ച് ബിരിയാണി പേരിന് കഴിക്കുകയാണ്. ഇന്ന് കുറേ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മുടെ ഒപ്പം എന്തിനും എപ്പോഴും ഉണ്ടാകുന്ന ആളായതുകൊണ്ട് തന്നെ അവനെ വിട്ട് പോരാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോലെ നിർബന്ധമായതുകൊണ്ട് മാത്രമാണ് പോകുന്നത് കേട്ടോ. ഒപ്പം തന്നെ ഇരിക്കണതാണ് നിങ്ങൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മക്കളാണ്. ഒപ്പം തന്നെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സിനാന്. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. നല്ലൊരു ഉറക്കം ഉറങ്ങണം കേട്ടോ. അപ്പോൾ